ഞാൻ ടിക്കറ്റ് മേടിച്ചു. ധാരാളം പറഞ്ഞത് നോക്കിയാ നീ ഇപ്പൊ പൊങ്ങി. ഇപ്പൊ പൊങ്ങിയുള്ളൂ. എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ ഉസ്താദ് ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ദിവസാ. എന്റെ അമ്മോ. എന്നാ ഞാൻ വരട്ടെ, വളരെ ബിസിയാ. അതെ, അച്ചൂട്ടി ജയിലിൽ പോയിട്ട് ഒരാഴ്ച തികഞ്ഞില്ല. അതിനുമുമ്പ് അവനെങ്ങനെ ഇറങ്ങി? ആ പണ്ടാരത്തിനെ പുറത്തിറക്കാൻ കൊല്ല കൊമ്പന്മാരില്ല ഇവിടെ. അവനകത്ത് കിടന്ന് അവർക്കല്ലേ നഷ്ടം. ഇനി ഇവിടെ ദിവസം അടിയുടെ പൂരായിരിക്കും അല്ലേ? അപ്പൊ സ്റ്റണ്ട് പടത്തിന് ഇന്ന് ശോഭ ടാക്കീസിൽ ആള് കുറയും. മുതലാളിയേ, അവറാച്ച മുതലാളി. ഉസ്താദ് വരുന്നു അറിഞ്ഞപ്പോഴേക്കും മൂപ്പര് ഇവിടുന്ന് മുങ്ങിയോ? എന്താടാ വിളിച്ചു പോകുന്നത്? ഉസ്താദിന് ജയിലിൽ നിന്ന് ഇറങ്ങും. അതിന് ആ താക്കോലും തന്നെ. താക്കോല് തരില്ല, ഞാനത് പൊളിച്ച് കെട്ടിടം പണിയാൻ പോവാ. അപ്പൊ ഈ വീട് വാടകയ്ക്ക് കൊടുക്കോ? എന്തിനാ? ഞങ്ങൾക്ക് ഇങ്ങോട്ട് മാറാൻ. എന്റെ കർത്താവേ, ഒരുത്തനെ അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ വേണ്ടിയാ അച്ചൂട്ടി ഏൽപ്പിച്ചത്. എന്നിട്ട് ഇപ്പൊ ദോഷപ്രതിക്ക് പോയിട്ട് പൊറുതി ദോഷക്കേടായി പറഞ്ഞ പോലായി. ഇനി അവനെ ഒഴിപ്പിക്കാൻ ഞാൻ ഏത് ഗുണ്ടയാ ഏൽപ്പിക്കേണ്ടത്? അത് ആലോചിച്ച് മുതലാളിനെ പ്രശ്നം കൂട്ടണ്ട. ഞാൻ ഉസ്താദായി കൺസൾട്ട് ചെയ്തിട്ട് വിവരം അറിയിക്കാം. നീ എന്നെ പേടിപ്പിക്കണോ? എന്തൊക്കെ പറഞ്ഞാലും ഇനി താക്കോല് വരുന്ന പ്രശ്നമില്ല. ഓഹോ, ഏതായാലും മുതലാളിക്ക് ഇത്രയും ധൈര്യം വന്ന സ്ഥിതിക്ക് ഞാൻ ഇനി ഒന്നും സംസാരിക്കണില്ല. ഓക്കേ മണിയാ, ഒന്ന് നിന്നേ. എന്തിനാ? മനുഷ്യ, അല്ലെങ്കിലേ ഇതിയാന് പ്രഷറിന്റെ അസുഖ. ഇനി പച്ചുട്ടിയുടെ തല്ലുകൊണ്ട് നടു ഒടിഞ്ഞു കിടക്കണോ? ഇതിയാൻ ഒന്നിനൊട്ട് കൊള്ളുകയില്ല. ചുമ്മാ വായിട്ട് വളവളവള അടിച്ചോണ്ടിരിക്കുകയും ചെയ്യും. താക്കോല് കൊണ്ടുപോ. ചേട്ടനും ചേച്ചി തമ്മിൽ ഇത്രയും അഡ്ജസ്റ്റ്മെന്റിൽ ജീവിക്കണമെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായ. ഇയാൾക്ക് പ്രഷറല്ല, പ്രഷർ കുക്കറാ വരേണ്ടത്. ചാച്ചായിന് വെള്ളക്കത്തിന് നേരത്തെ എടുത്ത് വെച്ചോട്ടോ. ഉസ്താദിന്ന് ജയിലിൽ നിന്ന് ഇറങ്ങാ. ശരി, എന്താ പോണെന്ന് ശിവന്റെ അമ്പലത്തിൽ ആളിരിക്കണ പോലെ. കുറച്ച് ദിവസം ഒന്ന് മാറി നിന്നപ്പോഴേക്കും വീടൊക്കെ ഒരുമാതിരി പൂരപ്പറമ്പ് പോലെ. ഇതാരും ഇവിടെ എടുത്തുകൊണ്ട് വെച്ചു. ഇതൊക്കെ കാണാൻ കാലം മറന്നുപോയി. ഇവിടെ കിടക്കട്ടെ. ആരെങ്കിലും കണ്ടാവോ? അങ്ങോട്ട് പോട്ടെ. വാടക കൊടുത്തിട്ട് ഇയാൾക്കൊക്കെ ഒന്ന് ഇറക്കി ക്ലീൻ ചെയ്താ എന്താ? ഇതാണ് ഇവിടെ കൊണ്ടിട്ടെ. ക്ലീൻ സിറ്റി എന്നുള്ള ഇമേജ് മാത്രമേ ഉള്ളൂ. അമ്പലം പിടിച്ച് ഒരുമാതിരി ശവക്കോട്ട പോലെ. കൂട്ടിന്റെ ഉള്ളിൽ വേറെ കൂട്ടിട്ടുന്നു അവനെ. അതെ, വന്നോ? അല്ല, ഇതാരും ഉസ്താദ് ജയിലിൽ നിന്ന് ലാൻഡ് ചെയ്യുന്ന ദിവസാ. നേരെ ഇങ്ങോട്ടാ വരിക? അതെനിക്കറിയില്ല. ഏതായാലും 1-2 കേസ് അറ്റൻഡ് ചെയ്തിട്ട് ഇങ്ങ് വരുള്ളൂ. സൈനബാ, ഏതാ പുതിയ കക്ഷി? നമ്മുടെ ഇളയപ്പെടുന്നല്ല ഐഷ, മലപ്പുറത്താ. ആണോ? കൊള്ളാട്ടോ. ഇതെന്താ ഇങ്ങനൊരു ബോർഡ്? വക്കീലാണോ ഇവിടെ താമസിക്കണേ? വക്കീലല്ല, വക്കീലന്മാർക്കും പോലീസുകാർക്കും ജോലി ഉണ്ടാക്കി കൊടുക്കുന്ന ആളാ. ഇന്നെന്ന് ബോർഡ് കണ്ട ഉസ്താദ് ജയിലിലായിരിക്കും, അവിട്ടെന്ന് ബോർഡ് കണ്ട ഉസ്താദ് വെളിയിലായിരിക്കും. ഈ വലിയ വലിയ VIP ഒക്കെ അകത്തും വെക്കും പുറത്തും വെക്കും ബോർഡേ. എന്തായി കാട്ടണേ? അത് മണിയന്റെ ഒരു സൂക്കേടാ, തല്ല് കിട്ടാഞ്ഞിട്ടുള്ള സോക്കേടാ. ചെറുപ്പത്തിലെ കണ്ണിന് പറ്റിയൊരു തകരാറാ. ഡോക്ടർമാര് പറഞ്ഞ അസുഖത്തിന്റെ പേര് കൺസൈസ്റ്റോളജി എന്നാ. ഇതിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. പിന്നെ പോലീസുകാരും നാട്ടുകാരും ശരിക്കും പെരുമാറി. ഇപ്പൊ പരിപൂർണായി. ഇപ്പൊ ഈ കാണിക്കുന്നത് കാര്യത്തിനാണോ തമാശക്കാണോ ആർക്കറിയില്ല, എനിക്കറിയില്ല. എന്താ ചെയ്യാ? പേടിയിൽ പിടിപ്പൻ പണിയുണ്ട്. നമ്മൾ പോട്ടെ. ശരി. പിന്നെ ഈ മലപ്പുറത്തുകാരിയെ ശരിക്കും ഒന്ന് പരിചയപ്പെടണമായിരുന്നു. ഇപ്പൊ കാണിച്ചാല് കാര്യമില്ലായി ഇല്ലാട്ടോ. ശാന്തേ, അതെ ഉസ്താദ് എത്തൂട്ടോ. ആരൊക്കെ 1, 2, 3 4 കൊല്ലം ഇറങ്ങിയേക്കണേ. ഉസ്താദ് അകത്ത് പോയപ്പോ വെള്ളരിപ്രാവുകളൊക്കെ വന്നു കൂടിയല്ലേ. നൽപ്പം ബിസിയാണ്. ഇവിടെ ഒക്കെ ഒന്ന് അടിച്ചു വൃത്തിയാക്കണ്ടേ? നമുക്ക് പിന്നെ പരിചയപ്പെടാട്ടോ മക്കളെ. എവിടാ ഇട്ടിച്ചൻ? ഇച്ചായൻ വിടില്ല. എവിടെ പോയി? ഇച്ചായൻ പോകുന്ന സ്ഥലമൊക്കെ നിന്നോട് പറയണമെന്നുണ്ടോ? വേണ്ട. പക്ഷെ അവൻ എവിടെ പോയാലും അവനെ ഞാൻ പൊക്കും. നീ പോയി പൊക്ക്, എനിക്ക് വേറെ ജോലിയുണ്ട്. കൊലയാടി മോനെ, കാര്യം കണ്ടു കഴിഞ്ഞപ്പോ തന്തയില്ലാത്തരം പറഞ്ഞോളാം.
വേണ്ട. ഡാ, അവൻ വരുമ്പം പറഞ്ഞേക്ക് അച്ചൂട്ടി ജയിലിൽ നിന്ന് ഇറങ്ങിന്ന്. അകത്തൊന്നും ഇറങ്ങിയില്ല. അതിനു മുമ്പേ തുടങ്ങിയല്ലടാ. കേടാ വണ്ടിയിൽ. എന്തിനാ സാറേ? അയ്യോ, കാരണം പതിപ്പിച്ചാലേ സാറ് കേറത്തുള്ളൂ അല്ലേ? കേറാ റാസ്കൽ. നടക്കടാ. ഞാനിപ്പോ വരാം, നീ പോക്കോ. നാരായണനാരെ, അവൻ ഇങ്ങോട്ട് കൊണ്ടുവരൂ. താമ്പയ്ക്കോ? എടാ, കുറെ മുതലാളിമാര് നിന്റെ കയ്യിലുണ്ടോന്ന് വെച്ച് വീണ്ടും തല്ലാനും കുത്താനും നിന്നാണ്ടല്ലോ, ഇടിച്ച് നിന്നെ ഷേപ്പ് ചെയ്യാൻ മാറ്റും. സാറേ, ഇട്ടിച്ചൻ കാണിച്ചു. ചുമ്മാ. എടാ, നീ ജയിലിൽ നിന്ന് ഇറങ്ങുന്നു കാത്തിരിക്കായിരുന്നു ഞാൻ. എടാ, നീ എന്നെ സഹായിക്കണം. സാറിനെ ഞാൻ സഹായിക്കാനോ? തുറന്നു പറയാലോ, ഞാനിപ്പോ പണിതുകൊണ്ടിരിക്കുന്ന പുതിയ വീട്ടിലേക്ക് വണ്ടി കൊണ്ടുപോകാനുള്ള സൗകര്യമില്ല. അടുത്ത വീട്ടുകാരൊക്കെ റോഡിന് വേണ്ട സ്ഥലം വിട്ടുതരാൻ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കള്ള നസ്രാണി മാത്രം ഉടക്കി നിൽക്കുക. അവനെ ഒതുക്കാൻ എനിക്കറിയാഞ്ഞിട്ടല്ല, പക്ഷെ ഞാൻ ഇടപെട്ട വകുപ്പ് മാറും. അതുകൊണ്ടാണ് നിന്നെ ഏൽപ്പിക്കാന്ന് വെച്ചത്. അവൻ കുറച്ച് പിടിപാടുള്ളവനാ. നീ വിചാരിച്ചാലേ അവനെ ഒതുക്കാൻ പറ്റൂ. എന്താ അവന്റെ പേര്? വർക്കി, തുരുത്തേൽ വർക്കി. സാറേ, റോഡ് വെട്ടാൻ നാളെ തന്നെ ആൾക്കാരെ ഏർപ്പാടാക്കിയോ? വർക്കിയുടെ കാര്യം ഞാൻ ഏറ്റു. എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, ഞാൻ വാങ്ങില്ല. സാറേ, എനിക്കും ഇതുപോലെ ആവശ്യങ്ങൾ വരും. അപ്പോ വേണ്ട രീതി സാറങ്ങ് കൈകാര്യം ചെയ്ത് തന്നാ മതി. അപ്പോ വരട്ടെ. അയ്യോ, കഷ്ടം. വണ്ടി മാറ്റി കൊണ്ടുപോടാ. ഹലോ, എന്താണ് നല്ല നട്ടുള്ള കാലത്ത്? അസനിക്കോ രണ്ട് ചായ. ബാപ്പാ, ഇത് ആരാ വന്നിരിക്കുന്ന നോക്കി? അല്ല, ആരും അച്ചുട്ടിയോ? അല്ലടോ, യാന വലിയാരും വലിയല്ലോ. അനക്ക് അവിടുന്ന് നേരത്തിനും കാലത്തോളം തിന്നാനും കുടിക്കാനൊന്നും കിട്ടല്ലേ? മോളെ നോക്കിക്കണ്ട, പോത്തറച്ചി മോളത്തേക്ക് എടുത്തു കൊടുക്കും എനിക്ക്. വേണ്ടക്ക, എനിക്കിപ്പോ ഒരു ചായ മതി. അതെന്ത് പറ്റി? പോത്തറച്ചി എനിക്ക് ജീവനയില്ലോ. ജയിലിൽ പോയപ്പോ അതൊക്കെ ചടച്ചു പോയോ? ഓൻ അതും ഇതൊക്കെ പറയും. നോക്കിക്കണ്ട് എടുത്തു കൊടുക്കും മോളെ. ചെല്ലി. നൈനവാ, എന്റെ കാര്യം മറക്കരുത്. വിശക്കുന്ന ഒരു വയറിന്റെ ഉടമസ്ഥനാണ് ഞാൻ. അല്ല മോനെ, ഓൻ എന്നെ തല്ലെ കുത്തിട്ട് ചെയ്തോ? ഇല്ല. ഉസ്താദിന് അങ്ങനെ ഒരു ഭാഗ്യമുണ്ട്. എവിടെ ചെന്നാലും VIP ട്രീറ്റ്മെന്റ്. ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം. ഇങ്ങക്ക് ഇപ്പൊ കൊണ്ടുവരാം. ദാ കഴിച്ചോളി. വേണ്ടെന്ന് പറഞ്ഞില്ലേ? വേണ്ടെങ്കി വേണ്ട. എന്തിനാന്ന് പോത്തിരിച്ചോട് ദേഷ്യപ്പെടുന്നേ? ഇത് ഇവിടെ ഇരിക്കട്ടെ, ഞാനില്ല ഇവിടെ. എനിക്ക് പോത്തിനോട് യാതൊരു ദേഷ്യമില്ല. ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. അല്ല, എന്താ ജയിലിലിപ്പോ പഴയ സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? നിനക്ക് പോയി കിടക്കണമെന്നുണ്ടാ? ആലോചന ഇല്ലാതില്ല. ജയിലിൽ കിടന്നിട്ടുള്ളവരാണല്ലോ വലിയ വലിയ മഹാന്മാരായിട്ടുള്ളത്. ഉദാഹരണത്തിന് ഗാന്ധി, നെഹ്റു. അത് ശരിയാ. നീയൊക്കെ ജയിലിൽ പോയി കിടന്നാലേ ജയിലിന്റെ പേര് ചീത്തയാവും. വെള്ളം കൂടി മുട്ടിച്ച പാർട്ടി അല്ലടാ നിങ്ങള്. അച്ചൂട്ടി വന്നാ പിന്നെ മണീന് 6 മുഴം നാവാ. അല്ലാത്തപ്പോ ഒരു മുങ്ങല അട്ടയെ പോലെ അട്ടപ്പാടിയിലേക്ക്. അല്ലടാ, ഞാൻ നിന്റെ ഒക്കെ തല്ലുവെള്ളം അവിടെ കിടക്കാം. മതി, നിർത്തടാ. വാടാ. അപ്പൊ പോത്തിറച്ചി പോത്തറച്ചിന്റെ സൈനബാ, ഇതവിടെ എടുത്ത ഞാൻ ഗ്യാപ്പിൽ വന്ന് തിന്നോളാം. ഇത് നമ്മളൊന്നിൽ വേണം അച്ചൂട്ടി. ഈ അതോട് വെച്ചോ. ആവശ്യം ഉണ്ടാവുമ്പോ നമ്മൾ ചോദിച്ചോളാം. വേണ്ട സ്നേഹിക്ക, ഇപ്പൊ കൈ കാശുണ്ട്. ഓന്റെ ഒരു കാര്യം, ജീവിതത്തിന്റെ പകുതിയും ജയിലില്ല. കാട് 6 മാസം നാട് 6 മാസം എന്ന് പറഞ്ഞ പോലെയാ.